അസ്ഥിത്താഴ്വരെ നിന്നെ എന്തിനാ നിർത്തിയിരിക്കുന്നത് അറിയോ? അവിടെ നിന്നാലേ നീ ഒരു പ്രവാചകനാണെന്നും നിന്റെ ശുശ്രൂഷ എന്താണെന്നും നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഉയർപ്പിക്കാൻ കഴിയുമെന്ന് ചാകാതെ മനസ്സിലാക്കാൻ പറ്റൂ. നിർജീവ അവസ്ഥയില്ലാതെ ജീവൻ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? അസ്ഥിത്താഴ്വരെ നിന്നെ നിർത്തിയത് അസ്ഥി കണ്ട് മേടിക്കാനല്ല, നിന്റെ കോളിങ്ങിനെ പുറത്തു കൊണ്ടുവരാണ്. നിന്റെ പ്രോമിസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ടാ. എനിക്കറിയത്തില്ല, ഇന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ നിർജീവ അവസ്ഥ മുഴുവനും നിന്റെ വിളിയെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ അസ്ഥി താഴ്വരയിൽ പ്രവാചകൻ ചെന്ന് നിൽക്കുമ്പോൾ സിസ്റ്റർ, ഈ അസ്ഥി ഒരു സൈന്യമായി, ഒരു മിലിറ്ററി ക്യാമ്പായി താഴ്വരയിൽ എഴുന്നേൽക്കുന്നതിന് മുൻപേ നടന്നത് എന്താണെന്നറിയാവോ? ഒരു ഭൂകമ്പം. ഞാൻ കണ്ടിട്ടുള്ളത് ഭൂകമ്പത്തിൽ ഒന്നിച്ചു നിൽക്കുന്നത് നാനാഭാഗമായി ചിതറിപ്പോന്നതാ. പക്ഷേ ഒരു പ്രവാചകന്റെ മുൻപിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിന്റെ പ്രത്യേകത നാനാഭാഗത്ത് കടന്നതിനെ അനുഭവിക്കുന്ന ഭൂകമ്പം, നാനാഭാഗത്ത് കിടക്കുന്ന നിന്റെ ഭൂതിനെ സൈന്യമാ നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങി